എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റുകൾ നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. എന്നിങ്ങനെയൊക്കെയുള്ള ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതെ, അതായത് +1 അലോട്ട്മെൻറ്റ് ലഭിക്കാതെ അഡ്മിഷൻ കിട്ടാതെ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നോൺ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടാവും ചില വിദ്യാർത്ഥികളുടേത്. അപ്പോൾ അങ്ങനെയുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒക്കെ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നോൺ ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും നാളെ മുതൽ സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ സ്പോട്ട് അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിലവിൽ വന്നിട്ടില്ല. ഏകദേശം ഒരു 3 ദിവസത്തോളം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഇതിൻ്റെ വേക്കൻസി ലിസ്റ്റ് വരുന്നതാണ്, അതായത് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, സ്പോട്ട് അഡ്മിഷനിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് സ്കൂൾ കോമ്പിനേഷൻ അതുപോലെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു വേക്കൻസിയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് നാളെ സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസീസ് വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് ട്രാൻസ്ഫർ എന്നുള്ളതിന് പകരം സെലക്ട് ഡിസ്ട്രിക്ട് ഫോർ വ്യൂയിങ് വേക്കൻസി ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേറെ ലിങ്ക്, അതായത് വേറെ ആ ഒരു പേര് ചേഞ്ച് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ വേക്കൻസി എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനുമായിട്ട് സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചുരുക്കിയിട്ട് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും ആദ്യം പറഞ്ഞു തരാം. കാരണം എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാതെ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇതേക്കുറിച്ച് ചുരുക്കിയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായിട്ട് കാണാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു മുഴുവൻ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ എന്നുള്ള കാര്യം അറിയാതെ വിദ്യാർത്ഥികളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് hscap വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏത് സ്കൂളിലും ഏത് കോഴ്സിലും വേക്കൻസി ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. വേക്കൻസി 0 ആണ് എങ്കിൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വേക്കൻസി എങ്കിലും ഉണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കൂളിൽ എത്ര കോഴ്സുകളിലേക്ക് വേണമെങ്കിലും വേക്കൻസി നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സുകളിലേക്കാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എല്ലാ താല്പര്യമുള്ള സ്കൂളും കോഴ്സും വെക്കാം. അത് നിങ്ങൾക്ക് ഇന്ന സ്കൂൾ ഇഷ്ടമുള്ള സ്കൂൾ എന്ന് ഇല്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടുന്നത്, അല്ലാതെ അലോട്ട്മെൻറ്റ് വഴിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് അപേക്ഷിച്ച ശേഷം അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്മിഷൻ എങ്ങനെയാണ് നേടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വേക്കൻസി നോക്കുക. നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്കൂളിലെയും വേക്കൻസി ഇതേപോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലാണ് ഇവിടെ വേക്കൻസി ഉള്ളത് ആ ഒരു വേക്കൻസിയുള്ള എല്ലാവിധ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നേരത്തെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് നാളെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ആ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. ചില സമയത്ത് മാത്രമേ ഈ ഒരു OTP ചോദിക്കത്തുള്ളൂ, എപ്പോഴും ഈ ഒരു OTP ചോദിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്ത പ്രൊഫൈൽ പേജിലേക്ക് പോവുകയും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ആ ഒരു പേജിലേക്ക്, ആ ഒരു അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഒരു മെസ്സേജ് കാണിക്കും. അതായത് നിങ്ങൾ എന്ത് തരത്തിലുള്ള എഡിറ്റോ മറ്റു കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ലാസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും പരിശോധിച്ച് ഓക്കെ ആണെങ്കിൽ കൺഫർമേഷൻ ചെയ്യേണ്ട നിർബന്ധം ആണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് ഓക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച് നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ
താലൂക്ക് ഇങ്ങനെ എന്തൊക്കെ വിവരങ്ങളുണ്ടോ ആ ഒരു എല്ലാവിധ വിവരങ്ങളും ആ ഒരു പേജിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തിരുത്തി കൊടുക്കുക. തിരുത്തി കൊടുത്ത് അതുപോലെ നിങ്ങളുടെ പേര്, പാരൻസിൻ്റെ പേര് ഇതൊക്കെ കറക്റ്റായിട്ട് തെറ്റുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അത് തിരുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റിൻ്റെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയും കറക്റ്റ് ആണോ എന്ന് നോക്കി കറക്റ്റ് ആണെങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. തെറ്റാണെങ്കിൽ നിങ്ങളത് തിരുത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് അതൊക്കെ തിരുത്തിയതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ പിന്നീട് സേവ് ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് അടുത്ത പേജ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. നിങ്ങളുടെ SSLC അതല്ല CBSE ICSE വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയത്ത് പിന്നീട് അവസാനം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് വരും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഓപ്ഷൻ്റെ സ്ഥാനമുണ്ടാകും. അതുപോലെ തന്നെ സ്കൂൾ ഏത് സ്കൂളാണ് വേണ്ടത്, സ്കൂളിൻ്റെ കോഡ് കൊടുക്കാനുള്ള ബോക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ ഉണ്ടാകും. വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ അത് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്ന സമയത്ത് അത് സേവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണോ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര സ്കൂളും എത്ര കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാക്രമം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത ശേഷം നിങ്ങൾ കൃത്യമായിട്ട് പിന്നീട് പ്രിവ്യൂ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രിവ്യൂ പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ കൊടുത്ത ശേഷം പിന്നീട് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിലാണ് പോവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസോ മറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നീട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രിവ്യൂ പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റുണ്ടെങ്കിൽ അതിന് സൈഡിലായിട്ട് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. ഓരോ ഡീറ്റെയിൽസിനെയും ഇതേ രീതിയിൽ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ എഡിറ്റ് ഓപ്ഷൻ, എഡിറ്റ് ഗ്രേഡ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എഡിറ്റ് മാർക്ക് ഡീറ്റെയിൽസ്, എഡിറ്റ് ഓപ്ഷൻസ്, അതുപോലെ എഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. എന്തെങ്കിലും വിവരങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എല്ലാ വിവരങ്ങളും എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 10-20 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവസാനം കൺഫർമേഷൻ ബട്ടൺ കാണാം. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ കാണാം യുവർ ആപ്ലിക്കേഷൻ ഹാസ് കംപ്ലീറ്റഡ്, യുവർ ആപ്ലിക്കേഷൻ ഹാസ് കൺഫേംഡ്, ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ കൺസിഡർഡ് ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിൽ കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ്, ഹെൻസ് യു ആർ നോട്ട് കൺസിഡർഡ് ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അത് ചുവപ്പ് കളറിലാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓക്കെ ആണ്, കറക്റ്റ് ആണെങ്കിൽ പച്ച കളറിലും അല്ലെങ്കിൽ ചുവപ്പ് കളറിലുമാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ആ അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രിന്റ് ആപ്ലിക്കേഷൻ ആ ഒരു ഓപ്ഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുക്കുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. പ്രിന്റ് ഔട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്ഷൻസ് വേണമെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക. ഒരു 10-20 ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് അലോട്ട്മെന്റ് അല്ല, റാങ്ക് ലിസ്റ്റ് വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളും കോഴ്സും നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ കൺഫർമേഷൻ ചെയ്ത് അതിൻ്റെ പ്രിന്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് കിട്ടാത്തത് കാരണം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രിന്റ് ഔട്ട് കിട്ടാത്തത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിന്റ് ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടി, പ്രിന്റ് ഔട്ടിൻ്റെ കോപ്പി നിങ്ങൾ ഒരു 2 കോപ്പിയെങ്കിലും എടുത്തു വെക്കുക. അങ്ങനെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസാന തീയതിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ അവിടെ ആ ഒരു പ്രൊഫൈലിൽ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ആവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റാങ്ക് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു പേപ്പറും പേനയും എടുക്കുക. അതിനുശേഷം അതായത് അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷനായിട്ട് പോകാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് എടുക്കുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതായത് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു PDF ഫയൽ മതിയാവും. അപ്പോൾ ആ ഒരു PDFൽ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോ ഓപ്ഷൻ വെച്ച സ്കൂളിലെയും റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട്
കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സ്കൂൾ വൈസ് വേക്കൻസീസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ജില്ലയിൽ ഓരോ സ്കൂളിലും ഇതുപോലെ വേക്കൻസി കാണാൻ പറ്റും. നിങ്ങൾ ഏത് സ്കൂളിലേക്കാണ് അപേക്ഷിച്ചത്, ഏത് കോഴ്സിലേക്കാണ് അപേക്ഷിച്ചത്, അതിൻ്റെ ഓരോ വേക്കൻസിയും കൃത്യമായിട്ട്, അതായത് ഓരോന്നിൻ്റെയും റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിലാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ റാങ്ക് നോക്കുന്ന സമയത്ത് എൻ്റെ റാങ്ക് 12ാം റാങ്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം 22 സീറ്റ് അവിടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട്, അതായത് അന്നത്തെ ദിവസം 12 മണിക്ക് മുമ്പായിട്ട് പോകാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ 12 മണിക്ക് മുമ്പ് പോവുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11:45 സ്കൂളിൽ എത്തുന്ന രീതിയിൽ വേണം പോകാനായിട്ട്. കാരണം നിങ്ങൾക്ക് വിചാരിച്ച പോലെ ബസ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം ചില വിദ്യാർത്ഥികൾ 12:10 എത്തിയിട്ട് അഡ്മിഷൻ കിട്ടാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 12 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11:45 മുമ്പായിട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത ദിവസം എനിക്ക് അന്നേ ദിവസം പോകാൻ പറ്റത്തില്ല, അടുത്ത ദിവസം പോയാൽ അഡ്മിഷൻ കിട്ടുമെന്നത്. ഒരിക്കലും കിട്ടത്തില്ല. പറയുന്ന ആ ഒരു ടൈമിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പോയിരിക്കണം. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ യാതൊരു കാരണവശാലും കിട്ടത്തില്ല. കാരണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പറഞ്ഞ ഏത് ദിവസം 12 മണിക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത്, അന്നത്തെ ദിവസം 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു സ്കൂളിൽ എത്തണം, നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ എത്തണം. ഇപ്പോൾ 12 മണിക്ക് പോകാൻ പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം സ്കൂളിൽ പ്രിൻസിപ്പാൾ നിങ്ങളുടെ പേര് അവിടെ രജിസ്ട്രേഷൻ ചെയ്യും. പോയിട്ട് നിങ്ങളവിടെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അന്നത്തെ ദിവസം അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ പോകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ 12 മണിക്ക് ശേഷം ഒരു 1 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ സ്കൂൾ പ്രിൻസിപ്പാളിന് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ കിട്ടുള്ളൂ. പിന്നീട് പേര് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളുകാർക്കും പ്രത്യേകിച്ച്, അതായത് സ്കൂൾ പ്രിൻസിപ്പാളിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഉച്ചയ്ക്ക് 12 മണി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11:45 പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ 12ാം റാങ്ക് ഇവിടെയുണ്ട്, 22 സീറ്റ് അവിടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ എനിക്കവിടെ അഡ്മിഷൻ കിട്ടും. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ 22 സീറ്റ് വേക്കൻസി ഉണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 25ാം റാങ്കാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 11 വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ 11 വേക്കൻസി കാണാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു 10ാം റാങ്ക് ആണെങ്കിൽ അവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് മറ്റു ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 22 സീറ്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു സ്കൂൾ ഓപ്ഷൻ കൊടുത്ത ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 30 ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസ്, അതായത് ഇവിടെ കൊമേഴ്സ് ആണ്, കൊമേഴ്സിന് 17 സീറ്റ് വേക്കൻസി ഉണ്ട്. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 20 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ എല്ലായിടത്തും, അതായത് ഒരു സ്കൂളിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള രീതിയിൽ നിങ്ങളുടെ റാങ്കില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 22 സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരു 20 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. എന്നാൽ നിങ്ങളുടെ റാങ്ക് ആ ഒരു രീതിയിൽ 20 ഒന്നുമല്ല, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു 30 ഒക്കെ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങൾ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷനുകളിൽ എല്ലാ ഓപ്ഷനുകളും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത, അതായത് ഇപ്പോൾ 22 വേക്കൻസി നിങ്ങളുടെ റാങ്ക് 30 ആണെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 17 സീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ 20 റാങ്ക് എങ്കിൽ അവിടെയും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ 11 സീറ്റ് വേക്കൻസി, എന്നാൽ നിങ്ങളുടെ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു 15. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെയും സീറ്റ് വേക്കൻസി കിട്ടാനുള്ള സീറ്റ് വേക്കൻസിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള, അതായത് എല്ലായിടത്തും കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നേരിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത കുറവുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത, അതിനനുസരിച്ച് നിങ്ങൾ ആ സ്കൂളിലൊക്കെ നേരത്തെ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ 2 സ്കൂളിൽ, ഇപ്പോൾ എൻ്റെ റാങ്ക് ഇവിടെ 30 ഇവിടെ 22 സീറ്റ് വേക്കൻസി ഉള്ളൂ. എന്നാൽ ഇവിടെ 20 റാങ്ക്, ഇവിടെ 17 സീറ്റാണ് വേക്കൻസി ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു റാങ്കിൽ നിന്നും കുറച്ച് കൂടുതലാണ് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അത് ഇവിടെയുള്ള സീറ്റ് വേക്കൻസിയേക്കാൾ റാങ്ക് കൂടുതലാണ് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സ്കൂളിൽ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കൂളിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ പാരൻസിനെ ആരെങ്കിലും അയക്കുക. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരാണ് ഉള്ളത്, അല്ലെങ്കിൽ ബ്രദേഴ്സാണോ അവരാണെങ്കിൽ അവരെ അയച്ചുകൊണ്ട് നിങ്ങളുടെ പേര്, അതായത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിൽ പോയിട്ട്
നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കേക്ക് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളത്, അത് അഡ്മിഷൻ കിട്ടുന്നത് അവരൊക്കെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ നിങ്ങളോട് ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളോട് പറയും നിങ്ങൾക്കിവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് അഡ്മിഷൻ നേടണമെന്ന് പറയും. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 4 മണിക്കുള്ളിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ പേരൻറ്റ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്കിവിടെ ഈ ഒരു രീതിയിലാണ് റാങ്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ രണ്ടിടത്തും എനിക്ക് പോകണം. രണ്ടിടത്തും ഒരുമിച്ച് എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം രണ്ട് സ്കൂളും തമ്മിൽ ചിലപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്കൂളിൽ ഞാൻ പോകുന്നു, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കൂളിൽ എൻ്റെ പേരൻറ്റിനെ അയക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പോയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള, അതായത് ഞാൻ പോയിട്ട് അവിടെ പേര് രജിസ്ട്രേഷൻ ചെയ്തു. എൻ്റെ പേരൻറ്റ് പോയിട്ട് ഇവിടെ രണ്ടാമതായിട്ട് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിൽ പോയിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്തു. അങ്ങനെ പേര് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ പോയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അതായത് എവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അവിടെ എല്ലാ വിദ്യാർത്ഥികളും, ഈ ഒരു റാങ്കിലുള്ള എല്ലാ വിദ്യാർത്ഥികളും വന്നതുകൊണ്ട് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഇനി അടുത്തത് രണ്ടാമത്തെ സ്കൂളിൽ എൻ്റെ പേരൻറ്റ് പോയ ആ ഒരു സ്കൂളിൽ നോക്കുന്ന സമയത്ത് എനിക്കവിടെ അഡ്മിഷൻ കിട്ടി. അതായത് ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അഡ്മിഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് എനിക്കവിടെ അഡ്മിഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഒരു പുതുതായിട്ടല്ല, എനിക്ക് അവിടെ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോവുക. പേരൻസ് ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇത്ര മാത്രമാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത്, അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സ്കൂൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ അവിടെ ഒന്നിലധികം സ്കൂളുകളിൽ നിങ്ങളും നിങ്ങളുടെ പാരൻസും അതുപോലെ നിങ്ങളുടെ ബ്രദേഴ്സോ മറ്റോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അയച്ചുകൊണ്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന് അന്നത്തെ ദിവസം 12 മണിക്ക് വരെ വരുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ, അതായത് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. 12 മണിക്ക് ശേഷം 1 മണി 2 മണിക്ക് അതുപോലെ 12:10 12:30 എത്തിക്കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ പോവേണ്ടതാണ്. കാരണം പിന്നീട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് സ്കൂളിൽ കിട്ടത്തില്ല, അതായത് പ്രിൻസിപ്പാളിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് കൃത്യസമയത്ത് പോകാനായിട്ട് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ സ്കൂളിൽ നിന്ന് തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനുശേഷം പിന്നീട് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത സ്കൂൾ വഴി കുറവായിരിക്കും. അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ പോകണം, അല്ലാതെ പിറ്റേ ദിവസം പോകാം എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നീട് സീറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്കൂളിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ പിന്നീട് ഡയറക്റ്റ് ഡേറ്റിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് അത് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ കിട്ടാൻ സാധ്യത മനസ്സിലാക്കി പോയിട്ട് അഡ്മിഷൻ നേടുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.